നമസ്കാരം. റേക്കി ശാക്തേയൻ. ചിതാകാശത്തെ കണ്ടെത്തൽ ഒരു ധ്യാനത്തിൻ്റെ പാഠ്യപദ്ധതിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. അതായത് നിങ്ങളുടെ അന്തഃസത്ത ശൂന്യതയാണ്. ധ്യാനം പരിശീലിക്കുന്നവർക്കെല്ലാവർക്കും വളരെ പ്രയോജനപ്പെടുന്ന ഒരു ക്ലാസ്സാണ്. വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുക. അപ്പോൾ നിങ്ങളുടെ അന്തഃസത്ത ശൂന്യതയാണ്, നിതാന്ത ശൂന്യത. അങ്ങനെ ഒരവസ്ഥ സംജാതമാക്കി എടുക്കുക എന്നുള്ളതാണ് ധ്യാനത്തിൻ്റെ ഒരു പരിശ്രമം. എല്ലാ പ്രവൃത്തികളും അതിൻ്റെ ബാഹ്യപരിധിയിലാണ്. ഈ ശൂന്യതയുടെ ബാഹ്യപരിധിയിലാണ് എല്ലാ പ്രവൃത്തികളും. ആന്തരികമായ സത്ത വെറും ശൂന്യത മാത്രമാണ് എന്നാണ് എല്ലാ സാധന ഗുരുക്കന്മാരുടെയും വെളിപ്പെടുത്തൽ. അപ്പോൾ മേഘാവൃതമല്ലാത്ത ആകാശം കടന്നു വരുന്നു എന്നുള്ളതാണ് ഈ ധ്യാനത്തിൻ്റെ പ്രസക്തി. അപ്പോൾ സ്വമേധയാ ഒരു ധ്യാനത്തിനായി ഒരു സ്ഥലം, ഇടം, സ്പേസ്, അതായത് ഒരു ആകാശം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഇന്നർ കോൺഷ്യസ്നസ്, ആ ഒരു ഇന്നർ കോൺഷ്യസ്നസ്, നമ്മളുടെ ഇന്നർ കോൺഷ്യസ്നസ് അതൊരു യൂണിവേഴ്സൽ കോൺഷ്യസ്നസ്സുമായി, പ്രപഞ്ചബോധവുമായി ശ്രുതി ഇണങ്ങുക എന്നുള്ളതാണ്. ആക്ച്വലി നമ്മൾ കോൺഷ്യസ് എനർജിയാണ്. എല്ലാം എനർജിയാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാം, അല്ലെങ്കിൽ സ്പന്ദമാണ്. ആ സ്പന്ദത്തിൻ്റെ ഭാഗം തന്നെയാണ് നമ്മൾ. ഒരു സ്പന്ദം മറ്റൊരു സ്പന്ദത്തിലേക്ക് എവിടെ നിന്നാണോ അതിൻ്റെ പ്രഭാവം ഉണ്ടായിട്ടുള്ളത് അതിലേക്കുള്ള തിരിച്ചുള്ള ആ സ്പന്ദം മൈക്രോകോസം മാക്രോകോസത്തിലേക്ക് തിരിച്ച് സ്പന്ദിക്കുന്നു എന്ന് പറയപ്പെടും. അപ്പോൾ മേഘാവൃതമല്ലാത്ത ആകാശം കടന്നു വരുന്നു നമ്മളിൽ. അതിനെയാണ് നമ്മൾ എനർജി കോൺഷ്യസ്നെസ് ആണ്. അത് മറ്റൊന്ന് പ്യുവർ കോൺഷ്യസ്നെസ്സാണ്. നമ്മൾ എനർജി കോൺഷ്യസ്നെസ് പ്യുവർ കോൺഷ്യസ്നെസ്സിലേക്ക് ചേരുമ്പോഴാണ് നമ്മൾ റേക്കി പ്രവർത്തിക്കാനുള്ള ഇടം സംജാതമാകുന്നത്. അപ്പോൾ ആകാശത്തെ ധ്യാനിക്കുക എന്നുള്ളതാണ് റേക്കിയിൽ ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഒരു മാർഗം. മേഘാവൃതമല്ലാത്ത ആകാശത്തെ, ഇത് ഗ്രീഷ്മാകാശം എന്നൊക്കെയാണ് അതിന് പറയുന്നത്. അനന്തമായ ശൂന്യതയും വ്യക്തതയും, അതിൽ ഒന്നും സഞ്ചരിക്കുന്നില്ല. അപ്പോൾ നമ്മളുടെ നിർമ്മിതിയായിട്ടുള്ള ആകാശവിധാനങ്ങളിൽ ഒന്നും തന്നെ സഞ്ചരിക്കുന്നില്ല, ശൂന്യതയോടുകൂടി നിലയുറപ്പിച്ചിരിക്കുന്നു. അത് തീർത്തും അനാഹതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് നമ്മുടെ അനാഹത ചക്രത്തിന് നമുക്കറിയാം 14 ദളങ്ങൾ, പച്ച നിറം. അതിലാണ് നമ്മളുടെ ഈ ചിതാകാശം കുടികൊള്ളുന്നത്. ഈ ചിതാകാശത്തിൽ അനാഹത ചക്രത്തിൻ്റെ 1, 8, 11, 8 എന്നീ ചക്രങ്ങളിൽ പ്രാണൻ നിലയുറപ്പിക്കുമ്പോൾ ഒരാളിൽ സിദ്ധി സംജാതമാകുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് അഷ്ടൈശ്വര്യ സിദ്ധികളായിട്ടുള്ള കുണ്ടലിനി ശക്തിയുടെ ഭാഗമായ അഷ്ടൈശ്വര്യ സിദ്ധികൾ നമ്മളിൽ വന്നു ചേരുന്നു. അതായത് നമ്മൾ സൂര്യൻ അഭിമുഖമായിട്ട് നിന്ന് കഴിയുമ്പോൾ വടക്ക് കിഴക്കായിട്ടുള്ള 1ാമത്തെ ദളത്തിൽ സിദ്ധി ഉണ്ടാകും പ്രാണൻ നിന്ന് കഴിയുമ്പോൾ. പിന്നെ 8ാമത്തെ ദളത്തിൽ പ്രാണൻ നിലയുറപ്പിക്കുമ്പോൾ സിദ്ധി ഉണ്ടാകും. പിന്നെ 11ാമത്തെ ദളത്തിൽ പ്രാണൻ നിൽക്കുമ്പോൾ സിദ്ധി ഉണ്ടാകുന്നു. വീണ്ടും 1ലേക്ക് വരുമ്പോൾ സിദ്ധി ഉണ്ടാകും. അപ്പോൾ ചക്രധ്യാനത്തിലൂടെയും നമുക്ക് ചിതാകാശത്തെ ദർശിക്കാൻ സാധിക്കും. പക്ഷേ ഈ ധ്യാനത്തിൽ ഒന്നും തന്നെ നമ്മൾ നിർമ്മിച്ചെടുക്കേണ്ടതിൻ്റെ ആവശ്യകത ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ റേക്കിയിൽ ഹൃദയചക്രത്തിലാണ് ആദ്യമായിട്ട് സഹസ്രാരത്തിലൂടെ വരുന്ന
ഈ ഊർജം വന്നു നിറയുന്നത്. അപ്പോൾ ഹൃദയചക്രത്തിലെ ദളങ്ങളെ ആ ആകാശത്തിലൂടെ നമുക്ക് വ്യാപരിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ആ ഹം 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 എന്നുള്ള സ്വനത്തിലോടുകൂടി താഴേക്ക് വിശുദ്ധിയിൽ നിന്ന് ഇറക്കി അനാഹതത്തിൽ നിർത്തി യം 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 എന്ന ബീജമന്ത്രത്തോടു കൂടി ജപിച്ചു കഴിയുമ്പോൾ 1-8-11 ദളങ്ങളിൽ പ്രാണൻ നിലയുറപ്പിക്കുകയും സിദ്ധിയുടെ തലത്തിലേക്ക് മാറുകയും ചെയ്യും. അപ്പോഴാണ് നമ്മളിൽ ഒരു വലിയ ആകാശം, മേഘാവൃതമല്ലാത്ത ആകാശം ഉരുത്തിരിഞ്ഞു വരുന്നത്. അപ്പോൾ അതിനകത്ത് ലയിക്കുക, അങ്ങനെ മേഘാവൃതമല്ലാത്ത ആകാശത്തിൽ നമ്മൾ ലയിക്കുക എന്നുള്ളതാണ് പിന്നീട് ചെയ്യേണ്ട കാര്യം. അങ്ങനെ ആകാശത്തെക്കുറിച്ച് ധ്യാനിക്കുക സുന്ദരമാണ്. ഭൂമിയെക്കുറിച്ച് ചിന്തിക്കാതെ മലർന്ന് കിടക്കുക എന്നുള്ളതാണ്. കാരണം എന്തെങ്കിലും വിജനമായ കടപ്പുറത്ത് ഇല്ലെങ്കിൽ കിടക്കുക നമ്മൾ, അല്ലെങ്കിൽ ഭൂമിയിൽ കാണപ്പെടുന്നതെല്ലാം മനുഷ്യനിർമ്മിതികളാണ്. വേറെ ഒരു പ്രത്യേക സ്ഥലവും ധ്യാനത്തിനായിട്ട് ഇനി അവശേഷിക്കുന്നില്ല. ഭൂമിയുടെ ഓരോ മുക്കും മൂലയും മനുഷ്യനിർമ്മിതങ്ങളായിട്ടുള്ള വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നതാണ്. അപ്പോൾ ആകാശത്തിലേക്ക് നമുക്ക് മെല്ലെ ചരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനർജി വർക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്ത് പല കാര്യങ്ങളും അവിടെ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ആകാശ ധ്യാനം, ചിതാകാശത്തെ നമ്മുടെ അനാഹത ചക്രത്തിൽ കണ്ടെത്തി അതിൽ തന്നെ നമ്മൾ നിലയുറപ്പിച്ച് അതിൽ ഞാൻ കോൺഷ്യസ്നസ് ആണ്, ഞാൻ എനർജി കോൺഷ്യസ്നസ് ആണ് എന്ന് തീരുമാനിക്കുകയും പിന്നീട് മറ്റൊന്ന് യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് ആണ്, പ്രപഞ്ചബോധവുമാണ്. ഞാൻ എനർജിയാണ്, എനർജി കോൺഷ്യസ്നസ് ആണ്. മറ്റൊന്ന് യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് ആണ്. ഇത് രണ്ടും മാത്രമാണ് ഇവിടെയുള്ളൂ. അതിൻ്റെ വിധാനങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നതെല്ലാം എന്നുള്ള ഒരു ന്യായ സംഹിതയിൽ വിശ്വസിച്ചിട്ട് റേക്കി ഇൻവോക്ക് ചെയ്യുക. റേക്കി ഇൻവോക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നമ്മളുടെ ഷഡാധാര ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ എല്ലാ സമയത്തും നമ്മൾ പുറം ലോകത്തുള്ള എല്ലാ അനക്കങ്ങളെയോ ശബ്ദങ്ങളെയോ ശ്രവണങ്ങളെയോ കാഴ്ചകളെയോ മറന്നതിന് ശേഷം ഷഡാധാര ചക്രങ്ങളെ നമ്മൾ ഉത്തേജിപ്പിക്കുക. പ്രധാനമായിട്ടും 7 ചക്രങ്ങളാണ് നമുക്കുള്ളത്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. ഈ ആധാര ചക്രങ്ങൾ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെയും നേരിട്ട് നിയന്ത്രിക്കുന്നു. അവകൾക്ക് നേരിട്ട് പ്രാണശക്തിയെ പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മൂലാധാര ചക്രമാണ് നമ്മളുടെ ചലന വ്യവസ്ഥയെ, അസ്ഥി വ്യവസ്ഥയെ, നമുക്ക് ലോക്കോമോട്ടീവ് സിസ്റ്റത്തെ നേരിട്ട് നിയന്ത്രിക്കുന്നു. അതുപോലെ സ്വാധിഷ്ഠാന ചക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യുൽപാദനം ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളെ നേരിട്ട് നിയന്ത്രിക്കുന്നു. എൻ്റെ ഓർഗാനിക് ഹെഡാണ്. മണിപൂരകം ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ നേരിട്ട് നിയന്ത്രിക്കുന്നു. അതുപോലെ ഹാർട്ട് ചക്ര അനാഹതം രക്തചംക്രമണ വ്യവസ്ഥയെ നേരിട്ട് നിയന്ത്രിക്കുന്നു. വിശുദ്ധി ചക്രമാകട്ടെ റെസ്പിറേറ്ററി സിസ്റ്റത്തെ നേരിട്ട് നിയന്ത്രിക്കുന്നു. ആജ്ഞാചക്രമാകട്ടെ നമ്മളുടെ നെർവസ് സിസ്റ്റത്തെ നിയന്ത്രിക്കുന്നു. അതുപോലെ സഹസ്രാരം പിനിയൽ ഗ്ലാൻഡിനെയും പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെയും നേരിട്ട് നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിൻ്റെ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാക്കാനും അതുപോലെ തന്നെ മെറ്റാബോളിസം നല്ല രീതിയിൽ ശരീരത്തിൽ നടക്കാനും ഈ ഷഡാധാര ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്യിക്കേണ്ടതുണ്ട്. ഷഡാധാര ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നതിന് സ്വസ്ഥമായി നിങ്ങൾ മേഘാവൃതമല്ലാത്ത ഒരാകാശത്തെ നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്പേസ് ഇടമായി സൃഷ്ടിക്കുകയും അതിൻ്റെ ഉള്ളിൽ ഈ ഷഡാധാരങ്ങളെ കണ്ടുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. എല്ലാ ചക്രങ്ങളെയും ദർശിച്ചതിന് ശേഷം റേക്കിയെ ഇൻവോക്ക് ചെയ്യുക. അപ്പോൾ ഒരു പ്രകാശധാരയോടുകൂടി നിങ്ങളുടെ അനാഹതത്തിൽ എത്തിച്ചേരുന്ന ആ റേക്കി പവർ നിങ്ങളുടെ കൈവെള്ളകളിലൂടെ പുറത്തേക്ക് വരുമില്ലെങ്കിൽ നിങ്ങളുടെ ആകാശത്തിൻ്റെ അതിരിൽ ഉള്ളിൽ വന്നു ചേരുന്ന ജീവികൾക്ക് നിങ്ങൾക്ക് സുഖം പ്രദാനം ചെയ്യാൻ സാധിക്കും. കൈകൊണ്ട് തൊട്ട് സുഖപ്പെടുത്താതെ തന്നെ ഈ ധ്യാനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് രോഗികളെ സുഖപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഈ
പരിശീലനത്തിൻ്റെ പ്രത്യേകത. പരിശീലനം പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല. മേഘാവൃതമല്ലാത്ത ആകാശത്തെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ദർശിക്കുക. അങ്ങനെ ഒരു ആകാശം, സ്പേസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഷഡാധാര ചക്രങ്ങളെ നിങ്ങൾ നിറശോഭയോടുകൂടി ദർശിക്കുക. അതിന് പ്രധാനമായിട്ടും വേണമെങ്കിൽ മൂലാധാരാംബുജാരൂഢ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി സ്വാധിഷ്ഠാന ഭുജഗത ചതുർവക്ത മനോഹര മണിപൂര നിലയ വിഷ്ണുഗ്രന്ഥി വിഭേദിനി അനാഹതാജ്ഞനിലയ ശ്യാമാഭവദനധ്യയ വിശുദ്ധിചക്രനിലയ രക്തവർണ്ണത്രിലോചന ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി സഹസ്രാരാംബുജാരൂഢ സുധാസാരാഭിവർഷിണി തടില്ലാതാ സമരിച്ച് ഷഡ്ചക്രോ പരിസംസ്ഥിത മഹാശക്തി കുണ്ടലിനി വിസന്തതനീയസി. അങ്ങനെ ചക്രങ്ങളെ നിറശോഭയോട് കൂടിക്കഴിഞ്ഞാൽ നിങ്ങളിൽ കുണ്ടലിനിയുടെ ജാഗരണം സംജാതമാകും. സിദ്ധികൾ കൈവരിക്കാൻ സാധിക്കും. പ്രധാനമായിട്ടും അനാഹതത്തിൻ്റെ 1, 8, 11 ദളങ്ങളിൽ പ്രാണൻ മാറി മാറി നിൽക്കുമ്പോഴാണ് ഒരാളിൽ സിദ്ധി സംജാതമാകുന്നത്. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. താങ്ക് ഫോർ വാച്ച് വിത്ത് ലവ് ലൈറ്റ് ഓഫ് റേക്കി.